സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എഴുതാൻ പോകുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് സമയങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഏകദേശം നമുക്കൊരു 45 ദിവസങ്ങൾ കൃത്യമായിട്ടുണ്ട്. ഒരു നല്ലതായിട്ട് പഠിച്ച് ഇനിയും പഠിച്ചിട്ടില്ലാത്തവരോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും മുന്നിലുണ്ട്. ഇനി പഠിച്ചു തുടങ്ങിയവർക്കാണെങ്കിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ ഏകദേശം ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ കുട്ടികൾ ഒരുവിധം മീൻസ് വീട്ടുകാരുടെ സ്നേഹമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഇനി അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വളമൊക്കെ കൊടുത്ത് ഒന്ന് കൃത്യതയോടെ പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ വർഷം നല്ലൊരു കോഴ്സിന് നമുക്ക് പോകാൻ പറ്റും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. 45 ദിവസം എന്നുള്ള രീതിയിൽ കൂടെ നന്നായിട്ട് പഠിക്കുക. ഇനി എങ്ങനെയാ പഠിക്കേണ്ടതെന്നുള്ള രീതികൾ ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മളിപ്പോൾ എക്സാമിന് വേണ്ടി ഇപ്പം നമ്മൾ ഓരോ സബ്ജക്റ്റും ഇപ്പം 3 സബ്ജക്റ്റ് ഒക്കെ ഉള്ളവരുണ്ട്, 2 ഉള്ളവരുണ്ട്, 1 ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെ റിസ്ക് തന്നെയാണ്. അല്ല 3 ഉള്ളവർക്ക് അവർക്ക് ഇച്ചിരി ടൈം കൂടുതൽ വേണമെന്നേ ഉള്ളൂ പഠിക്കാൻ. പക്ഷെ റിസ്ക് 2 പേർക്കും ഒരേപോലെയാണ്. ഒരു സബ്ജക്റ്റ് ഉള്ളവർക്കാണേലും 3 ആണേലും. ഓക്കെ, നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയാണ്. ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പഠിത്തത്തിന് വേണ്ടി സമയം നിങ്ങൾ ഒരു ദിവസം എത്രയാണെന്നുള്ളത് മാക്സിമം നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും 3 സബ്ജക്റ്റ് ഉള്ള ഒരാൾ മാറ്റിയിരിക്കണം. 3 സബ്ജക്റ്റ് ഉള്ള ഒരാൾ ഏറ്റവും കുറഞ്ഞതാണ് 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് ഞാൻ പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം കേട്ടല്ലോ. 2 സബ്ജക്റ്റ് ഉള്ളവരാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും, ഒരു സബ്ജക്റ്റ് ഉള്ളവരാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ഡെയിലി ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അത് 1, 2, 3 മണിക്കൂറൊക്കെ ആവാം. ഓക്കെ, ഒരു സബ്ജക്റ്റ് ഉള്ളവരാണെങ്കിൽ 2 മണിക്കൂർ വരെ ചെയ്യണം. അല്ലാതെ 1 മണിക്കൂർ പഠിച്ച് ഇന്നത്തെ എന്റെ പണി കഴിഞ്ഞു ഇനിയിപ്പോ എനിക്ക് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ പഠിക്കാൻ പറ്റിയാലും പഠിച്ചേക്കണം. നാളെ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുകയോ ചെയ്താൽ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ ഏറ്റവും നല്ല ഫ്രീ കിട്ടുന്നത് അത്രത്തോളം തീർക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ നമ്മുടെ സോഷ്യൽ മീഡിയാസുകളെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ അപ്പൊ നിങ്ങൾ ആയിരിക്കും റിലാക്സേഷൻ ഒക്കെ വേണ്ടതെന്ന്. റിലാക്സേഷൻ നമുക്ക് വേണം, പക്ഷെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ ഒരു ചെയിൻ പോലെ പോകുന്നതാണ്. ഇന്നിപ്പോ ഒരു മെസ്സേജ് കൊടുത്തു, നാളെ തിരിച്ച് ഇങ്ങോട്ട് വന്നു, അതിന്റെ അടുത്ത മെസ്സേജ്, അങ്ങനെ ഒരു ചെയിൻ പോലെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ട് നമ്മൾ ഒത്തിരി സമയം കളയാതെ ഇതിൻ്റെ അകത്തെ, കാരണം ഈ സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലോട്ടുള്ള സ്പേസ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക, പഠിക്കാനുള്ള സ്പേസ് കുറയും, ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉറപ്പായിട്ടും ആരൊക്കെ എന്തൊക്കെ എത്രത്തോളം ചെയ്യുന്നോ അതെന്തുമാത്രമാണ് ഒന്ന് കുറയ്ക്കുക, നല്ലപോലെ റെഡ്യൂസ് ചെയ്യണം. നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന ഉറപ്പായിട്ടും. ഓക്കെ, മൂന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ടാർഗറ്റ്, ഞാൻ ഇത്രയാണ് ഫസ്റ്റ് പഠിച്ച് തീർത്തിരിക്കും എന്നുള്ളൊരു ടാർഗറ്റ് കണ്ടെത്തി പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഓരോ സബ്ജക്റ്റിന്റെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോൾ മാത്സ് ആണെങ്കിൽ ഇത്ര ചാപ്റ്റർ പഠിച്ചോ, നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ചോദിക്കുക ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല ചാപ്റ്റേഴ്സിനെ പറയല്ലോ, അതൊന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇങ്ങനെ 1, 2, 3. അതിപ്പോ മാത്സ് മാത്രമല്ല, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. എഴുതിയേക്കുന്ന ചാപ്റ്റേഴ്സുകൾ, പഠിച്ചേക്കുന്ന ചാപ്റ്റേഴ്സുകൾ, പഠിച്ചിട്ടുള്ളത് എന്തുമാത്രം ഉണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് ഏകദേശം എത്ര മാർക്കിൻ്റെത് എക്സാമിന് വരുന്നു എന്നുള്ളത് നോക്കണം. അത് മതിയാവുമോ നിങ്ങൾക്ക് പഠിച്ച് ജയിക്കുക. കാരണം നിങ്ങൾ ഈ നിങ്ങളിപ്പോ 40 മാർക്കിന്റെ പഠിച്ചു എന്ന് വിചാരിക്കുക. ഈ എക്സാമിന് 40 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതിനുള്ളിൽ നിന്നും അറിയാൻ വയ്യാത്തത് വരുന്നതുകൊണ്ട് കുറച്ച് മാർക്ക് പോകാം. നിങ്ങൾ ചെയ്തു പോകുന്നതിനുള്ളിൽ തെറ്റ് വരാം. പിന്നെ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാകുമ്പോൾ ഈ മാർക്ക് നന്നായിട്ട് കുറയും. അതുകൊണ്ട് നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം പഠിക്കണം. ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് നോക്കണം. നിങ്ങൾക്ക് പറ്റുന്നതും ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ്, ഇപ്പൊ ചില ചാപ്റ്ററൊക്കെ നല്ല മാർക്കുള്ളതായിരിക്കും. അപ്പൊ അവനെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അവനെ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചാൻസസ് കൂടുക എന്നാണ്. ഇപ്പൊ ചില ചാപ്റ്ററിനൊക്കെ ആണെങ്കിൽ ഒരു ചോദ്യമൊക്കെ ആയിരിക്കും, കുറേ പഠിക്കണം, അപ്പൊ നമുക്കതിൽ ചാൻസ് കുറവാണ്. പക്ഷേ മാർക്ക് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് നമുക്ക് ചാൻസ് കൂടും. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ എന്ത് ചെയ്യണം, ചാപ്റ്റേഴ്സുകളെല്ലാം എഴുതി വെക്കണം. ഇപ്പൊ നമ്മൾ മാത്സ് ആണെങ്കിൽ ഈ ചാപ്റ്ററുകളൊക്കെ ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത്, ഇനി എന്തുമാത്രം പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കണം.
അതിനുള്ളിൽ നിന്ന് നമുക്ക് ഇനി പഠിക്കേണ്ട സമയമില്ല. അപ്പൊ പഠിക്കാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ 1-2 ചാപ്റ്ററിനെ കൂടെ അങ്ങോട്ട് ഉൾപ്പെടുത്തി അവനെയും കൂടെ പഠിക്കണം. ഓക്കെ, എന്നിട്ട് ഇവന്റെ ആ വലിപ്പം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരിക്കണം. പഠിച്ച് തീർത്തേക്കുന്നതിന്റെ പഠിക്കാനുള്ളതിന്റെ ഒന്ന് വലിപ്പമൊക്കെ ഒന്ന് കൂട്ടി മാക്സിമം നമുക്ക് ഇതിന്റെ മാർക്ക് കൂട്ടണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നതിന്റെ മാർക്ക് കൂട്ടണം. അപ്പൊ മുഴുവനായിട്ടും പഠിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റില്ലായിരിക്കും. വേണ്ട, വിട്ടേര്. പക്ഷെ നമുക്ക് ജയിക്കാനുള്ളത് ഉറപ്പിക്കണ്ടേ. ഓക്കെ, അപ്പൊ 4ാമത്തെ പണി, അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത്. 4ാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാർക്കിന്റെ എല്ലാവരും ഉറപ്പായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ചെയ്ത് പഠിക്കണം. ഇപ്പൊ ഫിസിക്സും മാത്സും ആണെങ്കിൽ ഉറപ്പ്, കെമിസ്ട്രി ആണെങ്കിലും നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടല്ലോ. അതാ എഴുതി പഠിക്കണം. അവിടെ ചെയ്യാവുന്നത് കുറവാ, എഴുതി പഠിക്കണം. പക്ഷെ മാത്സും ഫിസിക്സും, മാത്സ് പ്രത്യേകിച്ച് കൊച്ചു ചോദ്യമാണെങ്കിൽ പോലും, അത് വലിയ ചോദ്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചെയ്യാം. ഇപ്പൊ 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടത്. ആരുമേ അവിടെ ഒരു സപ്പോർട്ട് ചെയ്യത്തില്ല. ഇന്നതാണ് ക്വസ്റ്റ്യൻ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ അല്ലേടാ എന്നൊക്കെ പറയാൻ ആരും ഇല്ല ഇവിടെ. നിങ്ങൾ മാത്രം, നിങ്ങളാണ് അതോറിറ്റി. ഫുൾ കാര്യം നിങ്ങളെ ചെയ്യേണ്ടത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിപ്പോ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ അതേപോലത്തെ ഒരു വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലോ നിങ്ങൾ നെറ്റ് നോക്കിയാലോ ക്വസ്റ്റ്യൻ കിട്ടും. നിങ്ങൾ തന്നെ ഫുൾ വായിച്ചൊരു പുതിയ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, പുതിയ ക്വസ്റ്റ്യൻ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം പറ്റും എന്നുള്ളത് ഉറപ്പായിട്ട് നോക്കണം. അങ്ങനെ എല്ലാം നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തു നോക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പലരും ഫെയിൽ ആവുന്നുണ്ട്. കാരണം ചെയ്തു നോക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എന്തുമാത്രം സമയം വേണം, എന്തുമാത്രം സമയം ഉണ്ട് ഒരു ദിവസം. നിങ്ങളപ്പോ ചെയ്ത് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ 10 മണിക്കൂർ പഠിക്കാനെന്ന് പറയുന്നില്ലല്ലോ. ഒരു ദിവസം 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 1-1.5-2 മണിക്കൂർ ഇടയ്ക്കൊന്ന് കുറച്ച് സമയം ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം 2 ചോദ്യം ചെയ്ത് പഠിച്ചാൽ മതി. ആ കോൺഫിഡൻസ് എക്സാമിന് പ്രയോജനം ചെയ്യും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നിങ്ങൾ മാത്സ് ആണെങ്കിൽ, മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാൽക്കുലേറ്റർ ഉറപ്പായിട്ടും യൂസ് ചെയ്യണം. ഫിസിക്സ് ആണെങ്കിലും പറ്റുമായിരിക്കും അല്ലേ. അപ്പോൾ കാൽക്കുലേറ്ററിന്റെ യൂസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് +1 +1 ഇംപ്രൂവ്മെന്റ് ആണെങ്കിലും +2 സൈഡ് ആണെങ്കിൽ കാൽക്കുലേറ്റർ ഉറപ്പായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം പല പ്രോബ്ലംസുകളും നിങ്ങൾക്ക് ചെയ്ത് തെറ്റിക്കുന്നത് നിങ്ങൾ അറിയാവുന്ന ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ചെയ്യും. ആ മനസ്സുകൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും. ഒറ്റയ്ക്ക് ഇരുന്ന് ആരും പറഞ്ഞു തരത്തില്ല, എടാ തെറ്റിയടാ മറ്റേ അങ്ങനെയല്ല. ഒന്ന് എഴുതി ഇങ്ങനെ വരച്ചു തരുമ്പോൾ ഒരാൾ നോക്കും, ഓ അവിടെ തരുവാ, അയ്യോ എന്ന് ആ രീതിയിൽ കൂടെയാ. നമുക്ക് ഇവിടെ ആ സംഭവം ഇല്ല, ആരുടെ നോക്കാനില്ല, നമ്മൾ തന്നെയാണ്. ഇനി അടുത്തിരിക്കുന്നത് നോക്കിയാൽ അവൻ ഇതിനും മോശമായിട്ടായിരിക്കും, അവൻ പ്രശ്നമായിട്ടായിരിക്കും. അതുകൊണ്ട് അവനെ നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെയാണ് ജഡ്ജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാൽക്കുലേറ്ററിന്റെ യൂസ് ഉറപ്പായിട്ടും ഉറപ്പുവരുത്തിക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇനിയുള്ള ദിവസങ്ങളെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിനെ കുറിച്ച് ചിന്തിക്കാം. ഇല്ലെങ്കിൽ പിന്നെയും അയ്യോ എന്തോ പ്രശ്നം വന്നു. ഇപ്പൊ 3 സബ്ജക്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ 2 നന്നായിട്ട് എഴുതി, ഒന്നും പ്രശ്നമാണെങ്കിലും +2 തോറ്റുപോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും എത്ര ഉണ്ടെങ്കിലോ അത്രയുള്ള സമയം നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. പിന്നെ ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങളുടെ ആ കഴിവ് പോലിരിക്കും, മാനസികമായിട്ടുള്ളത്. ഞാൻ പഠിക്കൂടാ എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പൊ ഒരാൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അടുത്ത പഠിത്തത്തിലോട്ട് അങ്ങ് മാറിയേക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി നമ്മൾ പഠിത്തത്തിലൂടെ ഇറങ്ങി തിരിച്ചെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ. കാരണം നമുക്ക് ഒന്നാമത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇതൊന്ന് പറയാൻ വേണ്ടി വന്നാണ്. പിന്നെയുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ രീതിയിൽ കൂടെ നന്നായിട്ട് ഓരോ ദിവസവും കൂടുമ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം, ഡെവലപ്മെന്റ്സ് ഉണ്ടാവണം, പഠിത്തത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, പഠിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണം. ഓക്കെ, ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ ആ ദിവസത്തെ സമയം അന്ന് നഷ്ടപ്പെട്ടു. ഒരിക്കലും പിറ്റേ ദിവസം നമുക്ക് കഴിഞ്ഞു പോയ ദിവസങ്ങളുടെ സമയം കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഓരോ ദിവസം കിട്ടുന്നതിനെ മാക്സിമം യൂസ് ചെയ്യുക. ഇത് മാത്രം എന്ന് പറയാമെന്നാണ് ഈ 5 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് മക്കളെ എല്ലാവരോടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എവിടെങ്കിലും ആർക്കെങ്കിലും ഒന്ന് പഠിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും ജയിക്കട്ടെ, എല്ലാവരും നന്നായിട്ട് പഠിച്ച് ജയിക്കട്ടെ, അടുത്ത കോഴ്സിന് പോകട്ടെ. എല്ലാവർക്കും സന്തോഷം, വീട്ടുകാർക്ക് അതിനും കൂടുതൽ സന്തോഷം ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.